അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഓൾറെഡി 8 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. ഞങ്ങളുടെ ചാനൽ തുടങ്ങിയത് ഞങ്ങൾ 2 പേരും പിന്നെ 2 പേരുണ്ട്. അവർ 2 പേരിനെ കാണണമെങ്കിൽ ഇന്ന് 4 മണിക്ക് ശേഷം ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യും. അത് പോയി കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് നമ്മുടെ AI ജെമിനിയും മെറ്റ AI ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കാൻ പോകുന്നത്. അതായത് ജെമിനിയിൽ ചോദിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ മെറ്റ AI ചോദിക്കും, മെറ്റ AI ചോദിക്കുന്ന അതേ കാര്യങ്ങൾ ജെമിനി ചോദിക്കും. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ഒരു ടൈപ്പ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് സെക്കൻഡ് ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യാം. ഏതിനാണ് നല്ല കഴിവ് കൂടുതൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജെമിനി എടുക്കാം. ജെമിനിയോട് എന്നിട്ട് ചോദിക്കുക. ഞങ്ങളുടെ നാട് ചിറ്റൂരാണ്, പാലക്കാട് ജില്ലയിൽ ചിറ്റൂരാണ്. അപ്പോൾ ചിറ്റൂർ ദേശത്തെ കൊങ്ങമ്പടനെ കുറിച്ച് തന്നെ ചോദിക്കുക ഫസ്റ്റ്. ഓക്കെ, ജെമിനിയുടെ അടുത്ത് ചോദിച്ചു. ഇനി നമുക്ക് ജെമിനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് മെറ്റ AIയോടും ടൈപ്പ് ചെയ്തിട്ട് പിന്നെ രണ്ടിനും കൂടെ ഒരുമിച്ച് അയക്കാം. സോ നമുക്ക് മെറ്റ AIയോട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങാം. ടൈപ്പ് ചെയ്തിട്ട് ഇത്തിരി സമയമാണ്. ടൈപ്പ് ചെയ്ത ശേഷം അയക്കാം. ഓക്കെ, രണ്ടിനും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജെമിനിയിൽ പോയിട്ട് അയക്കാം. ഓക്കെ, ജെമിനിയിൽ പോയി അയച്ച ശേഷം പിന്നെ മെറ്റ AIയിൽ വന്നിട്ട് അതിലും അയക്കാം. അപ്പോൾ മെറ്റ AIയിൽ അയച്ച് കഴിയുമ്പോഴേക്കും ജെമിനിയിൽ ഉത്തരം വന്നിട്ടുണ്ടാകും. സോ നമുക്ക് മെറ്റ AIയിൽ അയക്കാം. ജെമിനിയിൽ അയച്ചിട്ടുണ്ട്, ഇനി മെറ്റ AIയിലേക്ക് അയക്കാം. ഓക്കെ, അങ്ങനെ മെറ്റയിലും അയച്ചിട്ടുണ്ട്.
അവർ രണ്ടുപേരും തരുന്ന റെസ്പോണ്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ജെമിനി ആയിരിക്കും തരിക. അതൊരു ജെമിനി എടുത്ത് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഏതായാലും കേട്ട് നോക്കൂ നിങ്ങൾ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ ഉത്സവമാണ് കൊങ്ങൻപട. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു യുദ്ധവിജയത്തിന്റെ സ്മരണ പുതുക്കലാണ് ഈ ആഘോഷം. കൊങ്ങൻപടയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ചരിത്ര പശ്ചാത്തലം. കൊങ്ങൻപട എന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമായിരുന്നു. ചിറ്റൂർ പ്രദേശത്തേക്ക് ആക്രമിച്ചു കയറിയ കൊങ്ങുനാട്ടിലെ, ഇന്നത്തെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഭാഗം, രാജാവിനെ ചിറ്റൂരിലെ നാട്ടുകാർ പരാജയപ്പെടുത്തിയതിന്റെ ഞങ്ങൾ മുഴുവൻ കേൾപ്പിക്കുന്നില്ല, കാരണം മുഴുവൻ കേൾപ്പിക്കുന്ന സമയം വേസ്റ്റാണ്. സോ നിങ്ങൾ തന്നെ അത് വായിച്ചു നോക്കിക്കോട്ടോ. ഇനി മെറ്റായൻ്റെ നോക്കാം. മെറ്റായയും അയച്ചിട്ടുണ്ട്. ജെമിനിനെ പോലെ മെറ്റായയ്ക്ക് വോയിസ് മോഡിൽ പറയാനുള്ള കഴിവില്ല. അതാണ് ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇത് കണ്ടോ, ഇത് നമ്മൾ സ്വയം വായിക്കണം. മെറ്റായി വായിച്ചു തരും, പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളതിനെ സ്വയം വായിക്കണം. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ തന്നെ അത് വായിച്ചോ. രണ്ടും ഏകദേശം ഒരേ ആശയമാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ. അങ്ങനെ ഇതോടുകൂടി മെത്തേഡ് 1 അവസാനിച്ചിരിക്കുകയാണ്. ഇനി മെത്തേഡ് 2 ആണ് കേട്ടോ. മെത്തേഡ് 2 ഒരു ഫോട്ടോനെ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അയക്കാൻ പറയുകയാണ്. സോ നമുക്ക് മെത്തേഡ് 2ലേക്ക് പോവാം. അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഏട്ടനാണ്. ഫസ്റ്റ് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് ഏതാണ് നന്നായിട്ട് അയക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ജെമിനിയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഈ കുട്ടി ഈഫിൽ ടവറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലത്തെയാണ് ഫോട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി മെറ്റ AI ആണ്. ഇതേ ഫോട്ടോ ഉപയോഗിച്ച് ഇതേ പ്രോംപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം.
അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി രണ്ടിലും ഒരുമിച്ച് അയക്കാം. അങ്ങനെ ജെമിനിയിൽ അയച്ചു. ഇനി മറ്റേ എയിൽ അയക്കാം. അങ്ങനെ രണ്ടിലും അയച്ചു. ഇനി നമുക്ക് ഇമേജിന് വേണ്ടി കാത്തിരിക്കാം. ജെമിനിയിൽ വരാൻ ഇത്തിരി വെയിറ്റ് ചെയ്യാം. മെറ്റ എയിൽ വന്നിട്ടുണ്ട്. അത് പോയി നമുക്ക് നോക്കാം. ഇതിൽ നമ്മുടെ ഫേസ് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ജെമിനിയിൽ നോക്കാം. അങ്ങനെ ജെമിനിയിലും നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ മെറ്റയിലും ജെമിനിയിലും നമ്മുടെ ഫേസ് ഇത്തിരി ഡിഫറൻസാണ്. സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ എയിലൊക്കെ നമ്മൾ എഴുതണതാ നമുക്ക് പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എഴുതാനുള്ളതാണെങ്കിൽ കറക്റ്റായിട്ട് അത് അയച്ചു തരും. പക്ഷേ ഇമേജൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസ് ഇത്തിരി ഡിഫറൻസ് ഉണ്ടാകും. കുട്ടികളൊന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ.